ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ലാഷില് 3 പേരുടെ ബർത്ത്ഡേ ഒരു ദിവസമാണ് വന്നിരിക്കുന്നത്. അതായത് സന്ധ്യ ചേച്ചി, അശ്വതി, നിഷ ചേച്ചി, ഇവരുടെ 3 പേരുടെയും ബർത്ത്ഡേ ആണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ആയിട്ട് ആഘോഷിക്കാൻ പോകുന്നത്. അതെ, അതായത് 3 പേരുടെ ഒരു ദിവസമല്ല, ഒരു മന്ത് ആയതുകൊണ്ട് നമ്മള് ഒരു ദിവസം ആക്കുന്നത്. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാം. Happy birthday Happy birthday to you. May God bless you dears. May God bless you dears. May God bless you dears. Happy birthday to you. ഈ അവസരത്തിൽ ജിജിക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഈ 3 പേരുടെയും ബർത്ത്ഡേ ആണ്. അതിന് വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങൾ രാവിലെ തൊട്ട് ഇന്ന് ഫുള്ളും ഞങ്ങൾ എല്ലാവരും അടിച്ച് പൊളിക്കുവാണ്. ഇവിടെ ലാഷില് ഞാൻ ലീവായിരുന്നു, പക്ഷെ ഇന്ന് എന്നെ വിളിച്ചു വരുത്തിയതാണ്. അതിന് പകരം ഞാൻ നാളെ ലീവാണ്. പിന്നെ ഓരോരുത്തർക്കായിട്ട് ഓരോരോ ലെറ്റർ കൊടുക്കുന്ന. ഫസ്റ്റ് അശ്വതി, ഇന്നത്തെ ബർത്ത്ഡേക്കാരി. അടുത്തത് സന്ധ്യേച്ചി. നെക്സ്റ്റ് വൺ ചേച്ചി. നമ്മുടെ ചെറിയൊരു സന്തോഷവും സ്നേഹവും നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ഗിഫ്റ്റ്. അതെ, അത് തുറന്ന് കാണിക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, എല്ലാരും തുറന്നു കാണിക്കൂ. ലുലു മാളിൽ പോകും ഷോപ്പിംഗ്. താങ്ക് യു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഉച്ചയ്ക്കുള്ള ഫുഡ്, അത് കഴിഞ്ഞുള്ള പായസം, കേക്ക് എല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു. അടിപൊളി. ബാക്കിലൊരു കുശുമി നിന്ന് ബോൾ അടിക്കുന്നുണ്ട്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഇന്നത്തെ ദിവസം? അടിപൊളി. മായ ചേച്ചി എന്തെങ്കിലും 2 വാക്ക്? ഒരു കവിത വായിച്ചു. ഒരു കവിത അല്ല, ഒരു പാട്ട്. ഇനി നമ്മുടെ മായ ചേച്ചിയുടെ പാട്ടാണ്, ഒരു കവിതയാണ്. അപ്പൊ മായ ചേച്ചിയുടെ കവിത നമുക്കൊന്ന് കേൾക്കാം. പാട്ട് ഒരു സിനിമയിലെ പാട്ടാണ്. സിനിമയിലെ പാട്ട്. 1-2 വാക്കൊന്ന് മാറ്റി പാടുകയാണ്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ജന്മദിന ശുഭദിന മംഗളങ്ങൾ, അനുമോദനത്തിന്റെ ആശംസകൾ, പ്രിയ തോഴി നിനക്കുന്നു, പ്രിയ തോഴി നിനക്കുന്നു
ആശംസകൾ. ഓക്കെ, ഞാൻ പറഞ്ഞു എല്ലാവരും സന്ദേശിനെ ഈ ലുക്കിൽ കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഇങ്ങനെ, ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ജിജി ഇഷ്ടപ്പെട്ടോ? അടുത്ത അശ്വതി. ഇങ്ങനെ നിങ്ങൾ ഇവിടെ സന്ദേശിനെ കണ്ടിട്ടുണ്ടോ? സന്ദേശിന്റെ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ, ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലേന്നുള്ളത്. സന്ദേശ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുങ്ങുന്നത്, നമ്മൾ ഒരുക്കിയതാണ്. അശ്വതിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും താങ്ക്സ്. കുട്ടിക്ക് വയ്യേ. എല്ലാവർക്കും താങ്ക്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത്. താങ്ക് യു. ചേച്ചിക്ക് അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ചില്ലല്ലേ? ശരിയാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത. നിഷേധി എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. ദിയക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? ദിയയുടെ ബർത്ത്ഡേ നടത്തിയില്ലെന്നുള്ള പരാതി മാത്രമല്ലല്ലേ? ദിയയുടെ ബർത്ത്ഡേ നമുക്ക് അടുത്ത ആഘോഷിക്കും. ഇനി വരുവേ, അക്കൗണ്ടിന് വരൂ, ഫ്രണ്ടിലേക്ക് വരിക. എല്ലാരും ബർത്ത്ഡേസ് ഓർമ്മിക്കേണ്ടത്. അക്കൗണ്ടിൽ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? പറയുകയാണെങ്കിൽ ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. 3-4 സ്ഥാപനങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരാണ് ഇവിടെ. ചില ജീവിതഭാരമായിരിക്കും, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. അതെല്ലാം നമുക്ക് ഇവിടെ വരുമ്പം നമ്മുടെ മനസ്സിൽ നിന്നും മാറുകയാണ്. അപ്പൊ മുതലാളിമാരാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗം പോലെയാണ്. പറയുകയാണെങ്കിൽ നമ്മുടെ സഹോദരി സഹോദരന്മാരെ പോലെയാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. നമ്മൾ പറയാനുള്ളത് വളരെ കോപ്പറേഷനുള്ളവരാണ്. ഇങ്ങനെയുള്ള സ്റ്റാഫുകളാണ് ഇപ്പോഴും ഒരു സ്ഥാപനത്തിന് വേണ്ടത്. ഞങ്ങളെ സ്റ്റാഫായിട്ടല്ല അവർ കാണുന്നത്, കൂടെയുള്ള ഒരു കൂടെപ്പിറപ്പ് പോലെ തന്നെയാണ്. ഏറ്റവും വലിയ താങ്ക്സ് അവരുടെ അടുത്താണ്, അതിനോടൊപ്പം അച്ഛനോടും. അച്ഛാ, 2 വാക്ക് എല്ലാവരുടെയും. അത് പറ്റില്ല, അത് പറ്റില്ല. 2 വാക്ക് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എങ്കിലും പറ. ബെസ്റ്റാണ്. പക്ഷേ ഇത് നമ്മള് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതെന്ന് പറയുന്നത് നമ്മളെ വർക്കേഴ്സ് എല്ലാവരും ഒരുമിച്ച് നല്ലതായിട്ട് പോവുക. ലാഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുടുംബം പോലെയാണ്. എന്താ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മുതലാളി ഇവിടെ പറയാം. 2 മുതലാളി ആരുണ്ട്. മുതലാളി അങ്ങനെ ഒന്നും ഇല്ല. മുതലാളി ഇവിടെ തൊഴിലാളി ഇല്ല, എന്നാലും മുതലാളി ഇല്ലാതെ ഒരു കട പോകില്ല. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ഇതാണ് നമ്മുടെ ഗോവൻ ചേട്ടൻ. ഗോവൻ ചേട്ടനാണ് നമ്മുടെ മാസ്റ്റർ എന്ന് പറയുന്നത്. ഗോവൻ ചേട്ടന്റെ വൈഫായ രാഗി ചേച്ചി ഉണ്ട്. രാഗി ചേച്ചി ചെറിയൊരു പാട്ട് പാടുന്നതായിരിക്കും. ഓക്കെ, രാഗി ചേച്ചി ചെറുതായിട്ട്. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കിന്നു മുറങ്ങിടാനൊരു ചുറ്റിയണിയമ്മ കാൽത്തളയിൽ കൈവളയിൽ കിലുകിലുങ്ങി കളിയാടി വരും നേരം കാതൊത്തിരുന്നേ അമ്മ പിച്ച പിച്ച വെക്കും കൺമണിയേ ഇന്നിരിക്കണ്ണിലെ കൃഷ്ണമണിനേ പിച്ച പിച്ച വെക്കും കൺമണിയേ ഇന്നിരിക്കണ്ണിലെ കൃഷ്ണമണിനേ. സത്യം പറ, ആരുണ്ടാക്കിയത്? പായസം ഇവിടെ വെച്ച് കുടിച്ചിട്ട് അപ്പുറത്ത് പോകണം. പായസം ഇവിടെ വെച്ച് കുടിച്ചിട്ട് നമുക്ക് കേക്ക് അവിടെ പോയി നീ കലക്കേ.
എത്ര മണിക്ക് എഴുന്നേറ്റ് അശ്വതി ഇത് ഉണ്ടാക്കാൻ? രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ്. ഇതാണ് കുശുംബി ദീദി, കുശുംബി. ദിയ ചക്കര അല്ല എനിക്കാ. ഓക്കെ ഓക്കെ ഗൈസ്.